എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാഗശലഭത്തിനെ കുറിച്ചാണ്. നാഗശലഭം എന്ന് പറയുമ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശലഭങ്ങളിലൊന്നാണ്. നാഗശലഭം ഒരു നിശാശലഭം കൂടിയാണ്. അപ്പം നാഗശലഭത്തിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിലൊന്നാണ് നാഗശലഭമെന്നും സർപ്പശലഭമെന്നും നമ്മൾ വിളിക്കുന്ന അറ്റ്ലസ് മോത്ത്. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ വനപ്രദേശങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശത്ത് കണ്ടുവരുന്ന ഇവർക്ക് 10 മുതൽ 12 ഇഞ്ച് വരെ വലുപ്പം വയ്ക്കാറുണ്ട്. നിബിഡ വനപ്രദേശത്താണ് സാധാരണയായിട്ട് ഇവരെ കണ്ടുവരാറുള്ളത്. ഇരുചിറകുകളും വിടർത്തുമ്പോൾ 240 മില്ലിമീറ്റർ വരെ ഇവർക്ക് നീളമുണ്ട്. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് നാഗശലഭങ്ങൾക്കുള്ളത്. അതുപോലെ മുൻചിറകുകളിൽ പാമ്പിൻ്റേതുപോലെയുള്ള രൂപങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഇവരെ ഇത് സഹായിക്കാറുണ്ട്. ചിറകുകളുടെ മുന്നിലും പിന്നിലുമായിട്ട് വെളുത്ത നിറത്തിലുള്ള ത്രികോണം പോലെയുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പാമ്പിൻ്റെ തലയുടെ രൂപമുള്ളതുകൊണ്ട് സ്നേക്ക് ഹെഡ് എന്നും ഇവർക്ക് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്. നമ്മൾക്ക് ചുറ്റും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. 2 മാസത്തോളം വരുന്ന ജീവിത കാലയളവിൽ 2 ആഴ്ച മാത്രമാണ് ഇവർ ശലഭമായി ജീവിക്കുന്നത്. പുഴുവായിരിക്കെ കഴിച്ച ആഹാരത്തിൻ്റെ കരുതൽ ഉപയോഗപ്പെടുത്തിയാണ് പ്രജനനത്തിനു മാത്രമായുള്ള ജീവിതം ഇവർ നയിക്കുന്നത്. ശലഭമായി മാറുന്ന കാലയളവിൽ ഇവരുടെ വായ്ഭാഗത്തിന് വലിയ വികാസം സംഭവിക്കാറില്ല. പെൺശലഭങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഹോർമോണിൻ്റെ ഗന്ധം മനസ്സിലാക്കിയാണ് ആൺശലഭങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. ഇലകൾ കെട്ടിവളച്ച് അതിനുള്ളിൽ പട്ടുനൂല് കൊണ്ടൊരു കൂടുണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് ഇവർ പ്യൂപ്പയായിട്ട് മാറുന്നത്. സാധാരണ ശലഭങ്ങളുടെ പ്യൂപ്പയെ അപേക്ഷിച്ച് നാഗശലഭങ്ങളുടെ പ്യൂപ്പയ്ക്ക് വലുപ്പവും കട്ടിയും കൂടുതലായിരിക്കും. ശലഭമായി മാറിക്കഴിഞ്ഞാലുള്ള കാലയളവിൽ ആഹാരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർ അധിക ദൂരം പറക്കാറില്ല. പ്യൂപ്പ വിരിഞ്ഞ് പുറത്തു വരുന്ന പെൺശലഭം പുറപ്പെടുവിക്കുന്ന ഹോർമോണിൻ്റെ ഗന്ധം വളരെ ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആൻറ്റിനകളാണ് ആൺശലഭങ്ങൾക്കുള്ളത്. ഇവരുടെ ഈ ഗന്ധം മനസ്സിലാക്കി അവിടേക്ക് എത്തിച്ചേരുന്ന ആൺശലഭങ്ങൾ ഇണചേർന്നതിന് ശേഷം ചത്തുപോവുകയാണ് പതിവ്. ഇണചേർന്നതിന് ശേഷം മുട്ടയിടിയിൽ കഴിയുന്നതോടുകൂടി പെൺശലഭങ്ങളും ചത്തുപോകുന്നു. ഈ ഒരു ശലഭം ഒരിടത്തിരുന്ന് എൻ്റെ ചിറകുകൾ പതുക്കെ അനക്കുമ്പോൾ ശരിക്കും ഒരു പാമ്പ് അവിടെ നിന്ന് തലയാട്ടുന്നതായിട്ട് നമ്മൾക്ക് തോന്നത്തുള്ളൂ. പ്രകൃതി ഓരോ ജീവിക്കും അതിജീവനത്തിനായിട്ട് ഓരോ ഉപാധികൾ നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഗശലഭങ്ങളുടെ ചിറകുകളിലെ ഈ നാഗങ്ങൾ. ശത്രുക്കളിൽ നിന്നും പറന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നാഗശലഭങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവരുടെ ഈ രൂപം കാരണം ശത്രുക്കൾ ഇവരിൽ നിന്നും അകന്നു നിൽക്കുന്നു. നിശാശലഭത്തിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.